ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. വളരെ മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഹൃദയം എന്ന ഒരു ഫിലിമിലും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി മനോഹരമായിട്ടുള്ളത് വെട്ടം എന്ന സിനിമയിലെ ആ ഒരു സീനാണ്. അന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമൊന്നും ഇങ്ങനെ പൊക്കി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ആലാണ്. ഇങ്ങനെയുള്ള ആലുകൾ കുറേ ഉണ്ട്, ഒന്നല്ല, ഇവിടം തൊട്ട് അതുവരെ ഉണ്ട്. അപ്പോൾ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും എന്താ പറയുക, ഒരു ശാന്തത. അങ്ങനെ ഒരുപാട് ട്രെയിനുകളൊന്നുമില്ല, 2-3 ട്രെയിനുകളുള്ളൂ. ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേഷനാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. കൊല്ലംകോട്ട് ഭാഗത്തേക്ക് വരുന്നവർ ഇതും കൂടി ഒന്ന് ആസ്വദിച്ച് പോവുക. കൊല്ലങ്കോട് സീതാർകുണ്ട് വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ദൃശ്യഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
ഇങ്ങനെയുള്ള ഈ വാട്ടർഫാൾസിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കുകൾ മാത്രം കൊണ്ടുവരരുത് കേട്ടോ. ഭാരതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് ഈ കൊല്ലങ്കോട് തിരഞ്ഞെടുത്തതിന് ശേഷം ധാരാളം സന്ദർശകർ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സ്വദേശി എന്നുള്ള നിലയിൽ ഈ വരുന്ന സഞ്ചാരികളോട് വളരെ സ്നേഹവും അവരോട് ആദരവും ബഹുമാനവും ആതിഥ്യ മര്യാദയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സഞ്ചാരികളും ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. അവർക്ക് ആവോളം ഈ പ്രകൃതി ഭംഗി നുകരാവുന്നതാണ്. പക്ഷെ ദയവ് ചെയ്ത് അവരോട് ചെറിയുള്ള ഒരു അഭ്യർത്ഥന, ഈ സൗന്ദര്യ തിടമ്പായിട്ടുള്ള കൊല്ലങ്കോട് പ്രദേശത്തെ മാലിന്യമുക്തമാക്കാൻ സന്ദർശകരിൽ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സഞ്ചാരികളെയും ഈ കൊല്ലങ്കോട് പ്രദേശത്തേക്ക് വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. രണ്ടാമത് ഈ തെന്മല പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതകൾ നിറയുണ്ട്. ഇവിടെ ഇത് സീതാർകുണ്ട് എന്ന് പറയുന്നത് ശ്രീരാമൻ അമ്പ ചെയ്തിട്ടുള്ള സീതയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുണ്ടെന്നാണ് പഴമകൾ പറയുന്നത്. നമുക്ക് അനുഭവമില്ല. അതാണ് സീതാർകുണ്ടെന്ന്. ഇപ്പുറത്ത് ലക്ഷ്മണൻ ചള്ളന്നുണ്ട്. അവിടെ ലക്ഷ്മണൻ വന്നിരുന്ന് സീതയ്ക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വന്ന് കാവലിരുന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ അപ്പുറത്ത് അതേമാതിരിയുള്ള ഒരുപാട് ആയുധങ്ങൾ, ഒരു മഞ്ചുകൊല്ലി കോട്ട പറഞ്ഞ ഒരു സാധനം അപ്പുറത്തുണ്ട്. അത് പഴയ നിറയെ ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ ആരും പോകുന്നില്ല, വഴിയൊക്കെ മൂടി കിടക്കുകയാണ്. അതൊന്ന് നിങ്ങളുടെ ചാനലിലൂടെ പബ്ലിസിറ്റി ചെയ്ത് അവിടെ വഴി തുറക്കും. ഒരു കല്ലറിയാണത്, ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ ഒരു കല്ലറിയാണ്. അത് കാണാൻ സൗന്ദര്യമുള്ളതാണ്. അത് ചാനലുകളിലൂടെ ഒന്ന് പബ്ലിഷ് ചെയ്താൽ ഈ ഇതിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഈ ഇതിലെ ഈ സീതാർകുണ്ട് ഇങ്ങനെ പറയുന്നതിലൊക്കെ പേര് ചേർക്കും. അത് നിങ്ങളുടെ